ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻസുകൾ പഠിക്കാനുണ്ട്. അല്ലൈലിക്ക്, അറൈല്, ബെൻസൈലിക്ക്, വിനൈലിക്ക് എന്നൊക്കെ പറയുന്ന കുറച്ച് ക്ലാസിഫിക്കേഷൻസ് പറയാനുണ്ട്. പെട്ടെന്ന് അതെന്താണെന്ന് നോക്കിക്കോ, വേഗത്തിൽ പറഞ്ഞുതരാം, പെട്ടെന്ന് ഈസി ആയിട്ട് പറഞ്ഞുതരാം എന്താണ് ഇവർ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എടാ, നമ്മുടെ ചാപ്റ്ററിൽ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഹാലോജനാണ്. അത് ആൽക്കഹോളോ ഫിനോളോ ആകുമ്പോൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് OH ആവും. അപ്പോൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്നതാണ് ഇവിടുത്തെ പോയിന്റ്. സോ നമ്മുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ ഹാലോജൻ ആണ്. ഹാലോജൻ എന്ന് പറഞ്ഞാൽ എക്സ്, അത് ഫ്ലൂറിൻ ആവാം, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയഡിൻ ആവാം. ഹാലോജൻ, ആ ഹാലോജൻ ഒരു കാർബണിനോട് കണക്ട് ചെയ്തിരിക്കുന്നു. ആ കാർബൺ മറ്റൊരു കാർബണിനോട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ഹാലോജൻ കണക്ട് ചെയ്ത ഫസ്റ്റ് കാർബണിന് സിംഗിൾ ബോണ്ടും സെക്കൻഡ് കാർബണിന് ഡബിൾ ബോണ്ടും വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിംഗിൾ ബോണ്ടുള്ള കാർബണിനെ ഞാൻ sp3 എന്നും വിളിക്കും, ഡബിൾ ബോണ്ടുള്ള കാർബണിനെ ഞാൻ sp2 എന്നും വിളിക്കും. സോ ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾക്ക് കോമ്പൗണ്ട് വന്നതെങ്കിൽ ഹാലോജൻ കണക്റ്റഡ് ടു sp3 കാർബൺ, ദെൻ കണക്റ്റഡ് ടു sp2 കാർബൺ, സിംഗിൾ ബോണ്ട് പിന്നെ ഡബിൾ ബോണ്ട്. അപ്പോൾ ഹാലോജൻ, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഇങ്ങനെ ഈ ഫോമാറ്റിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി എഴുതിക്കോ, അതെന്താണ് മക്കളെ? അല്ലൈലിക്കാണ്, നോ ഡൗട്ട്. അത് അല്ലൈലിക് എന്ന് പറയുന്നത് ഈ ഫോമിലായിരിക്കും. എന്നാൽ അതേ സംബന്ധം തന്നെ അതുപോലെ തന്നെ വരുന്നു. ഏതുപോലെ നോക്കിയടാ, ഹാലോജൻ നിൽക്കുന്നു, ഹാലോജൻ നിൽക്കുന്ന കാർബൺ സിംഗിൾ ബോണ്ടുള്ള കാർബൺ, ആ കാർബൺ ഡബിൾ ബോണ്ടുള്ള കാർബണിലേക്കാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഡബിൾ ബോണ്ട് കാർബൺ ബെൻസീൻ റിങ്ങിലാണ്. ആ ഡബിൾ ബോണ്ട് കാർബൺ ബെൻസീൻ റിങ്ങിലാണെന്ന് വിചാരിച്ചു. ഇത് ബെൻസീൻ റിങ്ങിലാണ് ഈ ഡബിൾ ബോണ്ട് വരുമല്ലോ, റിങ് വരക്കുമ്പോൾ ഡബിൾ ബോണ്ട് വരുമല്ലോ. ഈ കാർബൺ ഡബിൾ ബോണ്ട് ബെൻസീൻ റിങ്ങിലാണ്. അപ്പം നമ്മൾ നോക്കിയേ, അപ്പോൾ ഇത് sp3 ആയി, സിംഗിൾ ബോണ്ടുള്ള കാർബൺ sp3 ആയി, ഡബിൾ ബോണ്ടുള്ള കാർബൺ sp2 ആയി. സിമ്പിൾ ലൈക്ക് ദിസ്. എന്താ വ്യത്യാസം? ഇവിടുത്തെ sp2 കാർബൺ ചെയിനിലാണ്, ഇവിടുത്തെ sp2 കാർബൺ ബെൻസീനിലാണ്. അങ്ങനെ ബെൻസീനിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ അല്ലൈലിക് എന്നുള്ള പേരിനെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ബെൻസൈലിക് എന്ന് വിളിക്കാം. അപ്പോൾ അല്ലൈലിക്കും ബെൻസൈലിക്കും പഠിച്ചല്ലോ. ഹാലോജൻ sp3 sp2, ഹാലോജൻ sp3 sp2 ബെൻസീൻ ആണെങ്കിൽ ബെൻസൈലിക്. ദെൻ ഇതേ ഫോമാറ്റ് ഇനി മറ്റൊരു രൂപത്തിൽ പറയുന്നത് കേട്ടോ, ഹാലോജൻ അത് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഡബിൾ ബോണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു മീഡിയേറ്റർ ഇല്ല, അതിൻ്റെ ഇടയ്ക്കൊരു ബ്രോക്കർ ഇല്ല, sp3 ഇല്ല. sp3 വേണ്ട, ഡയറക്റ്റ് കണക്റ്റഡ് ടു sp2, ഡയറക്റ്റ് കണക്റ്റഡ് ടു sp2, ഡയറക്റ്റ് കണക്റ്റഡ് ടു sp2, ഡയറക്റ്റ് കണക്റ്റഡ് ടു sp2. ഹാലോജൻ ഡയറക്റ്റ് കണക്റ്റഡ് ടു sp2 ആണെങ്കിൽ നമ്മൾ വിളിക്കും അതിനെ വിനൈലിക്. അപ്പോൾ sp3 ഇല്ലാത്ത ആളാണ് വിനൈലിക്. എന്നാൽ അതേ ഹാലോജൻ ഡയറക്റ്റ് കണക്ട് ടു sp2, പക്ഷേ ആ sp2 ഏതാണ്? ബെൻസീൻ റിംഗ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി, ഇതെന്താ ബെൻസീൻ ഇങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി മക്കളെ. എന്താണ് ഐഡിയ? നോക്കടാ, നിങ്ങൾക്ക് ഐഡിയ കിട്ടി. എന്താണ് ഐഡിയ? വെരി സിമ്പിൾ. ഹാലോജൻ ഡയറക്റ്റ് ബെൻസീനോട് കണക്റ്റഡ് ആണെങ്കിൽ, ഹാലോജൻ്റെ അടുക്ക് വേറൊരു മീഡിയേറ്ററും ഇല്ല, ഡയറക്റ്റ് കണക്റ്റഡ് ആണെങ്കിൽ മക്കളെ ഉറപ്പിച്ചോ, അതിനെ വിളിക്കുന്ന പേരാണ് അറൈൽ. ഇനി ഹാലോജൻ സാധാ പോലെ വരിക, ഹാലോജൻ കാർബൺ, അടുത്തതും കാർബൺ, അതിനും സിംഗിൾ ബോണ്ട്, എല്ലാം sp3, അതിൻ്റെ അടുക്ക് വേറെ ഒന്നുമില്ല. ഹാലോജൻ ടു sp3, അത് ടു sp3. അങ്ങനെയാണ് ഈ സാധാ ഹാലോ ആൽക്കൈൻ അഥവാ ആൽക്കൈൽ ഹാലൈഡ്. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഹാലോജൻ sp3 sp2 അല്ലൈലിക്, ഹാലോജൻ sp3 sp2 ബെൻസീൻ ബെൻസൈലിക്, ഹാലോജൻ sp2 വിനൈലിക്, ഹാലോജൻ sp2 വിനൈലിക്, ഹാലോജൻ sp2 ദാറ്റ് sp2 ഈസ് ഇൻ ബെൻസീൻ ദെൻ അറൈൽ. സാധാ sp3 നമ്മുടെ ചാപ്റ്റർ ഹാലോ ആൽക്കൈൽ ഹാലൈഡ്. നമ്മുടെ ചാപ്റ്ററിൽ ഒരു ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ അറീൻ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ്, ഹാലോ അറീൻ എന്ന് പറഞ്ഞാൽ അറൈൽ ഹാലൈഡ്. അപ്പോൾ ഇവരെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്നർത്ഥം. മൊത്തം ക്ലാസിഫിക്കേഷൻ ഇതാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നോക്കൂ, വെരി സിമ്പിൾ. നോക്ക്. വാട്ട് അബൌട്ട് ദിസ് വൺ? ഹാലോജൻ കണക്റ്റഡ് ടു, ഇത് ബെൻസീൻ അല്ല. നിങ്ങൾ ഇത് കാണുമ്പോഴേക്ക് ബെൻസീൻ, അപ്പോൾ ബെൻസൈലിക് അല്ലെ വിനൈലിക് എന്ന് എഴുതാൻ പോകരുത്, അറൈൽ എന്ന് എഴുതാൻ പോകരുത്. ഇത് ബെൻസീൻ അല്ല. ബെൻസീൻ ആണെങ്കിൽ ഉള്ളിൽ ഡബിൾ ബോണ്ട് വേണം. ഇത് ബെൻസീൻ അല്ല, സാധാ ആൽക്കൈൽ ഗ്രൂപ്പാണ്. സോ sp3 കാർബൺ, ഇതും sp3 കാർബൺ, ഇനി ഇങ്ങോട്ട് പോയാൽ അതും sp3 കാർബൺ. അപ്പോൾ സാധാ ആൽക്കൈൽ ഹാലൈഡാണിത്, രണ്ടാമത്തെ നോക്കിക്കേ, ഇതും ബെൻസീൻ റിംഗ് അല്ല, ഒരു ഡബിൾ ബോണ്ട് പോരാ, ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ആണെങ്കിലേ ബെൻസീൻ എന്ന് പറയുള്ളൂ. അപ്പോൾ ഹാലോജൻ കണക്റ്റഡ് ടു sp3, സിംഗിൾ ബോണ്ട് sp3. അവിടെ ഡബിൾ ബോണ്ട്, ഇങ്ങോട്ട് പോയാൽ sp3 ആണ്, പക്ഷേ ഇങ്ങോട്ടാണ് നമ്മൾ പോണത്, കാരണം ഡബിൾ ബോണ്ട് ഇവിടെ ഉള്ളതുകൊണ്ട് sp2. ഹാലോജൻ sp3 ഹാലോജൻ sp3 sp2 ബെൻസീൻ റിംഗ് ഇല്ല. ഈ ഫോമിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെന്താ വിളിക്കുക? അല്ലൈലിക്. സാർ ഇത് ബെൻസീൻ അല്ലേ സാർ, ഇത് ബെൻസൈലിക്. ഇത് ബെൻസീൻ അല്ല, ബെൻസീൻ ആണെങ്കിൽ ഇങ്ങനെ ഡബിൾ ബോണ്ട് വരണം. ഓക്കെ, സെറ്റ്.
നിങ്ങളുടെ മനസ്സിൽ ചില ആളുകളുടെ മനസ്സിൽ വന്ന ഡൗട്ടാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി. അടുത്തത് ദാ ബെൻസീൻ റിംഗ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് ബെൻസൈലിക്ക് അല്ലെങ്കിൽ വിനൈൽ. ബെൻസീൻ ഉണ്ടെങ്കിൽ ബെൻസൈലിക്ക് അല്ലെങ്കിൽ അറയിൽ. സോറി, വിനൈൽ അല്ല, ബെൻസീൻ ഉണ്ടെങ്കിൽ ബെൻസൈലിക്ക് അല്ലെങ്കിൽ അറയിൽ. ഇതേതാ? ഡയറക്റ്റ് കണക്റ്റഡാ, ഡയറക്റ്റ് ബെൻസീനോട് കണക്റ്റഡ്, sp2നോട് കണക്റ്റഡ്. അപ്പോൾ ഇത് അറയിൽ. സെറ്റ് അല്ലേ? ദെൻ വാട്ട് അബൌട്ട് ദിസ് വൺ? ഇത് ബെൻസീൻ റിംഗ് അല്ല, ഇത് അപ്പോൾ ബെൻസൈലിക്കും അല്ല, അറയിലും അല്ല. ദെൻ ഹാലോജൻ ഡയറക്റ്റ് കണക്റ്റഡ് ടു sp2. ഹാലോജൻ ഡയറക്റ്റ് കണക്റ്റഡ് ടു sp2 ബട്ട് നോട്ട് ബെൻസീൻ. സോ ദിസ് ഈസ് വിനൈലിക്. ഹാലോജൻ ഡയറക്റ്റ് കണക്റ്റഡ് ടു sp2 ആണെങ്കിൽ വിനൈലിക്കോ അറയിലോ ആണ് വരിക. ബെൻസീൻ ആണെങ്കിൽ അറയിൽ. വാട്ട് അബൌട്ട് ദിസ് വൺ? ബെൻസീൻ റിംഗ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ബെൻസൈലിക്ക് അല്ലെങ്കിൽ അറയിൽ. ഹാലോജൻ ഡയറക്റ്റ് കണക്റ്റഡ് അല്ല ബെൻസീനോട്. ഹാലോജൻ കണക്റ്റഡ് ടു sp3. ഇത് സിംഗിൾ ബോണ്ട് കാർബണാണ്, അത് കണക്റ്റഡ് ടു sp2. സോ ഒരു ബ്രോക്കർ ഉണ്ട്, അതുകൊണ്ട് ഇതെന്താണ്? ബെൻസൈലിക്. ബെൻസീൻ റിംഗ് ഉള്ളതുകൊണ്ട് ബെൻസൈലിക്. ലാസ്റ്റത്തെ ആൻസർ എന്താ? ലാസ്റ്റത്തെ ആൻസർ അറയിലിക്കാണോ അല്ലയിലിക്കാണോ ബെൻസൈലിക്കാണോ വിനൈലിക്കാണോ? നിങ്ങളുടെ കമൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. വിച്ച് ഈസ് ദ ആൻസർ? കമൻറ്റ് പ്ലീസ്.